സാർ, ഇപ്പോൾ ആരോപണ വിധേയനായ ഉണ്ണികൃഷ്ണൻ പോറ്റി, അതായത് ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രധാന പേരാണല്ലോ. ഇയാൾ കോൺഗ്രസ് നേതാവായിട്ടുള്ള സോണിയാഗാന്ധിയുമായി നിൽക്കുന്ന പല ചിത്രങ്ങളും പുറത്തു വന്നു. എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് സോണിയയായിട്ട് ബന്ധമുണ്ടെന്നാണോ മനസ്സിലാക്കേണ്ടത്? സോണിയുമായിട്ട് ബന്ധമുള്ളത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷെ അത് എന്ത് കാര്യത്തിനാണ് എന്നുള്ള വിഷയമുണ്ട്. അതായത് വളരെ വർഷങ്ങളായിട്ട് എനിക്കറിയാവുന്നൊരു കാര്യമാണ് സോണിയാഗാന്ധിക്ക് ഇത്തരം സംഗതികളുമൊക്കെ ആയിട്ട് ബന്ധമുണ്ട് എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ കലാരംഗത്തെ ആളുകളുമായിട്ടൊക്കെ അവരിങ്ങനെ ബന്ധപ്പെടുന്നതൊക്കെ വളരെ വർഷങ്ങളായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാണ്. ഇപ്പോൾ അവർക്ക് പ്യൂപ്പിൾ ജേക്കർ എന്ന് പറഞ്ഞ സ്ത്രീയുമായി വളരെ അടുത്ത ബന്ധമായിരുന്നു. പ്യൂപ്പിൾ ജേക്കറൊക്കെ ഈ ഡൽഹിയിലൊക്കെ കൾച്ചറൽ എന്നറിയപ്പെട്ടിരുന്നതാണ്. ഈ സാർ, കൾച്ചറൽ സാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാർ ചക്രവർത്തിമാരാണല്ലോ സോവിയറ്റ് യൂണിയൻ ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ചക്രവർത്തിനി എന്നുള്ള അർത്ഥം ഈ രംഗത്തൊക്കെ ഭയങ്കര സ്വാധീനമുള്ള ആളുകൾ എന്നുള്ള അർത്ഥമാണ് ഒന്ന്. രണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന നവീൻ ചൗള ക്രിസ്ത്യാനിയാണ്. അങ്ങയുടെ ഭാര്യ രൂപിക ചൗള. ആ രൂപിക ചൗളയ്ക്കും ഈ ആർട്ട് റെസ്റ്റോറേഷനുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആളുകളാണ്. അപ്പോൾ രൂപിക ചൗളയായിട്ട് വലിയ അടുപ്പാണ് സോണിയാഗാന്ധിക്ക്. ഈ ആർട്ട് റെസ്റ്റോറേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് എന്നുള്ളത് ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഈ രൂപിക ചൗളയും സോണിയാഗാന്ധിയും തമ്മിലുള്ള ബന്ധം നോക്കിയിട്ടാണ് മനസ്സിലാക്കുന്നത്. ആർട്ട് റെസ്റ്റോറേഷൻ അറിയാമല്ലോ, എവിടെയെങ്കിലും ചിത്രമൊക്കെ മാറിപ്പോയിട്ടുണ്ടെങ്കിലൊക്കെ, ഇപ്പോൾ മൊണാലിസ എന്നുള്ള ചിത്രത്തിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും അപാകതയൊക്കെ കാലപ്പഴക്കം കൊണ്ടൊക്കെ വരില്ലേ, അതൊക്കെ വൃത്തിയാക്കുക. പിന്നെ ചില ചിത്രങ്ങൾ ഇങ്ങനെ കീറിപ്പോവുകയൊക്കെ ചെയ്യുമല്ലോ. തുണിയൊക്കെ ആണെങ്കിൽ ഇത് വീണ്ടും തയ്ക്കുക എന്നൊക്കെ പറയുന്നത്, ഇതൊക്കെയാണ് ഈ റെസ്റ്റോറേഷനിലൊക്കെ വരുന്നത്. അപ്പം ഇതിലൊക്കെ വല്ലാത്തൊരു ശ്രദ്ധ സോണിയാഗാന്ധിക്ക് ഉണ്ട്. ഇനി സുബ്രഹ്മണ്യൻ സ്വാമി ഇങ്ങനെ ഈ വിഗ്രഹങ്ങൾ തുടങ്ങിയ സംഗതികളൊക്കെ സോണിയാഗാന്ധി കള്ളക്കടത്ത് നടത്തുന്നുണ്ട്. സോണിയാഗാന്ധിയുടെ അമ്മയ്ക്കും സഹോദരിക്കും ഇറ്റലിയിൽ 2 ഈ ഇതുപോലത്തെ കടകൾ, ആൻറ്റീക്ക് വസ്തുക്കൾ, പുരാവസ്തുക്കൾ വിൽക്കുന്ന കടകളുണ്ട്. ഇതൊക്കെ അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട് വാജ്പേയിയുടെ ഭരണകാലത്ത് കോടതിയെ സമീപിച്ചിരുന്നു സുബ്രഹ്മണ്യൻ സ്വാമി. അപ്പോൾ സുബ്രഹ്മണ്യൻ സ്വാമി അതിൽ പറഞ്ഞത് സോണിയയുടെ അമ്മ പൗലോ മെയ്നോ, സോണിയാഗാന്ധിയുടെ സഹോദരി അനുഷ്ക വിൻസി, ഇവർക്ക് 2 പേർക്കും കടകളുണ്ട് എന്നാണ് അതിൽ പറഞ്ഞിരുന്നത്. ഇവർ ജനിച്ച സ്ഥലം ഒർബസാനോ എന്ന് പറഞ്ഞ സ്ഥലമാണല്ലോ ഇറ്റലിയിൽ. ഒർബസാനോയിലും റിവോൾട്ടയിലുമാണ് ഇവരുടെ കടകൾ, സോണിയാഗാന്ധിയുടെ കുടുംബത്തിൻ്റെ. ഒർബസാനോയിലെ കടയുടെ പേരെന്താണെന്നറിയോ? ഗണപതി. ഇറ്റലിയിലെ കട അതെ, ഗണപതി. റിവോൾട്ടയിലെ കടയുടെ പേര് എത്നിക്, പുരാവസ്തുക്കൾ വിൽക്കുന്നത് സംഭവം. അപ്പോൾ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ഈ സോണിയാഗാന്ധിയുടെ ഇത്തരം കള്ളക്കടത്തുകൾ, ഇന്ത്യയിൽ നിന്നുള്ള വിഗ്രഹം തുടങ്ങിയ സംഗതികളൊക്കെ വളരെ കൂടുതലായിരുന്നു എന്നാണ് സുബ്രഹ്മണ്യൻ സ്വാമി ആ ഹർജിയിൽ ആരോപിച്ചിരുന്നത്. അപ്പോൾ CBI 2003 കോടതിയിലൊരു സത്യവാങ്മൂലം കൊടുത്തു. ഈ CBI കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞ കേസിൽ. അപ്പോൾ അവർ പറഞ്ഞത്, CBI പറഞ്ഞത് ഇൻ്റർപോളിൽ നിന്ന്, ഇറ്റലിയിൽ ഇൻ്റർപോളിൽ നിന്ന് ഈ കടകളുടെ ഉടമകൾ ആരെന്നുള്ള വിവരം അന്വേഷിച്ചിട്ടുണ്ട്. ഒരു ക്രൈം സംഭവിച്ച് അതിൽ പ്രതിയൊന്നും ആകാത്തത് കൊണ്ട്, സോണിയാഗാന്ധി പ്രതി ആകാത്തത് കൊണ്ട് ഒരു ലെറ്റർ റൊഗേറ്ററി അങ്ങോട്ട് അയക്കാൻ പറ്റില്ല. ഇന്ന ക്രൈമുമായി ബന്ധപ്പെട്ട് നിങ്ങളിത് അന്വേഷിക്കണം. അതാണ് ഈ ലെറ്റർ റൊഗേറ്ററി എന്ന് പറയുന്നത്. അതങ്ങോട്ട് നമുക്ക് അവിടുത്തെ അന്വേഷണ സംഘം ഉണ്ടല്ലോ, ഇന്റർപോൾ അല്ല, അല്ലാത്ത ഇറ്റലിയിലെ പോലീസും കാര്യങ്ങളും, അങ്ങോട്ട് നമുക്ക് ഇത് അയക്കാൻ പറ്റില്ല, ഈ സ്ത്രീ പ്രതി അല്ലാത്തത് കൊണ്ട് എന്ന് അന്ന് കോടതിയിൽ പറഞ്ഞിരുന്നു. ഇതൊക്കെ വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ്. ഇപ്പോൾ ഇതൊക്കെ അന്വേഷിക്കാനായിട്ട് കൂടുതൽ എളുപ്പമാണ്. അതെ. അപ്പോൾ 2024 കഴിഞ്ഞ കൊല്ലം രാജ്യസഭ തെരഞ്ഞെടുപ്പിലെ സത്യവാങ്മൂലത്തിൽ സോണിയാഗാന്ധി അവർക്ക് 27 ലക്ഷം രൂപയുടെ പൈതൃക സ്വത്ത് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതിൽ
ഈ കച്ചവട കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. കാരണം അവർക്കല്ലല്ലോ കച്ചവടം ഉള്ളത്, അമ്മയ്ക്കും സഹോദരിക്കും എന്നുള്ളതാണല്ലോ. അപ്പോൾ ഡൽഹി ഹൈക്കോടതിയിലാണ് സുബ്രഹ്മണ്യൻ സ്വാമി കേസ് കൊടുത്തിരുന്നത്. സോണിയാഗാന്ധി കള്ളക്കടത്ത് നടത്തി, ഇവിടെ നിന്നുള്ള വിഗ്രഹങ്ങളുമൊക്കെ മോഷ്ടിച്ച് കള്ളക്കടത്ത് നടത്തി വലിയ വിലയ്ക്ക് ലേലം ചെയ്ത് വിൽക്കുന്നു എന്നാണ്. ഓപ്ഷനാണല്ലോ. ഇപ്പൊ സോത്ബീസ് എന്ന് പറഞ്ഞ ലേല കമ്പനിയില്ലേ ബ്രിട്ടനില്, അവരിൽ വല്ല ഏറ്റവും കൂടുതൽ ലേലം ചെയ്യുന്നത് സോത്ബീസ്. അപ്പൊ ടിപ്പുവിന്റെ കത്ത്, ഗാന്ധി ഹരിലാലിന് അയച്ച കത്ത് എന്നൊക്കെ പറഞ്ഞ് പലതും വലിയ വിലക്കൊക്കെ വിൽക്കും. ഇന്നയാളുടെ തോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. വാൻഗോഗ് അയച്ച കത്ത്, കാമുകിക്ക് അയച്ച കത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വിലയ്ക്ക് വെക്കുന്ന പരിപാടിയാണ് ഈ സോത്ബീസിനൊക്കെ ഉള്ളത്. അവർക്കിതൊക്കെ ആൻറ്റീക്ക് പുരാവസ്തു തന്നെ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാനുള്ള സംവിധാനവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മളിടയ്ക്ക് സുഭാഷ് കപൂറിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്ന ഓർക്കുന്നില്ലേ? രാജ്യാന്തര വിഗ്രഹ കള്ളക്കടത്തുകാരൻ, തമിഴ്നാട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ. അയാളുടെ പേര് ഹൈക്കോടതി പറഞ്ഞു ശബരിമലയായി ബന്ധപ്പെട്ട് സുഭാഷ് കപൂറിനെ പറ്റി അന്വേഷിക്കണം എന്നുള്ളത്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിൽ നിന്ന് ഒരു തല്ലിപ്പൊളി സാധനം കൊടുത്തിട്ടേ, അതായത് റെപ്ലിക്ക, ഒരു നല്ല വിഗ്രഹത്തിന്റെ മാതൃകയിൽ ഒരു സാധനം ഉണ്ടാക്കുന്നു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കാണിക്കുമ്പോൾ ഇത് ഒറിജിനൽ ഒന്നും അല്ല, ഇതിന് വലിയ വിലയില്ല എന്നൊക്കെ ഉള്ള ഒരു കടലാസ് കിട്ടുന്നു. ഇത് പിന്നീട് കള്ളക്കടത്ത് തന്നെ നടത്താനായിട്ട് ഉപയോഗിക്കുന്നു. എന്ത്? ഒറിജിനൽ കള്ളക്കടത്ത് നടത്താൻ. എന്നിട്ട് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നുള്ള രീതിയിൽ കൊണ്ടുപോവുകയും ചെയ്യാൻ പറ്റും. അങ്ങനെ കൊണ്ടുപോകുന്നു, ഒറിജിനൽ തന്നെ. അതാണ് സുഭാഷ് കപൂറൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ സുഭാഷ് കപൂർ കുറെ കള്ളക്കടത്തൊക്കെ നടത്തി അവിടുത്തെ മ്യൂസിയത്തിനൊക്കെ വിൽക്കുന്ന കാലത്തൊക്കെ നമ്മുടെ ഇപ്പോൾ വിദേശകാര്യമന്ത്രി ജയശങ്കർ ഇല്ലേ, അന്ന് വാഷിങ്ടണിൽ എംബസിയിലൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ സോണിയ അന്ന് ഹൈക്കോടതിയിൽ ഉഷ മെഹ്റ, പ്രദീപ് ചന്ദ്ര ജോഗ്, ഈ ജഡ്ജിമാരുടെ മുമ്പിലാണ് അത് വന്നത്. അതെവിടെയും ആ കേസ് എത്തിയതായിട്ട് അറിയില്ല. അപ്പോൾ ഓർബസാനോയിലാണ് ഇവരുടെ വീട്, ഇറ്റലിയിൽ. സോണിയയ്ക്ക് കേന്ദ്ര സർക്കാരിലുള്ള സ്വാധീനം കൊണ്ട് കേസുകൾ ഇതുവരെ എടുത്തിരുന്നില്ല എന്നാണ് അന്ന് സുബ്രഹ്മണ്യൻ സ്വാമി കോടതിയെ അറിയിച്ചിരുന്നത്. റോമിലെ ഇന്റർപോളിന് വാജ്പേയിയുടെ ഭരണകാലത്ത് CBI ഈ അന്വേഷണം നടത്തിയിരുന്നു. അതിൻ്റെ വിവരങ്ങളൊന്നും പിന്നീട് പുറത്തു വന്നില്ല. സോണിയാഗാന്ധിക്ക് KGBയിൽ നിന്ന് പണം കിട്ടുന്നുണ്ട് എന്ന്, KGB എന്ന് പറഞ്ഞാൽ റഷ്യൻ ചാരസംഘടന, 2022 ഓഗസ്റ്റ് 1 പാർലമെന്റിൽ ഒരു സമതാ പാർട്ടി അംഗം ആരോപിച്ചിരുന്നു. പിന്നെ ഈ ഇറ്റാലിയൻ എംബസിയിലെ, ഡൽഹിയിലെ ഇറ്റാലിയൻ എംബസിയിലെ കൾച്ചറൽ അറ്റാഷെ, ഈ സാംസ്കാരിക കാര്യങ്ങളൊക്കെ നോക്കുന്ന ഉദ്യോഗസ്ഥൻ, അയാളുമായിട്ട് സോണിയാഗാന്ധിക്ക് അടുപ്പമുണ്ട് എന്നൊരു കിംവദന്തി നന്നായിട്ട് പടർന്നിരുന്നു. അപ്പം ഇയാൾ നയതന്ത്രജ്ഞനാണല്ലോ. അപ്പോൾ അവർക്ക് ഡിപ്ലോമാറ്റിക് ബാഗിൽ പല സാധനങ്ങളും അയക്കാമല്ലോ. ഗ്രീൻ ചാനൽ അല്ലേ, ആരും പരിശോധിക്കുന്നില്ല, ചോദിക്കുന്നില്ല. ഇത് നല്ല ഓർമ്മയില്ലേ, UAE കോൺസൽ ജനറൽ ഓഫീസിൽ ഡിപ്ലോമാറ്റിക് ബാഗിൽ ഇല്ലേ ശിവശങ്കർ പലതും അയച്ചിരുന്നു എന്നുള്ളത് സ്വപ്ന വെളിപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഈ ഡിപ്ലോമാറ്റിക് കൊറിയർ ബാഗ്സ്, ഈ കൾച്ചറൽ അറ്റാഷെ വഴി ആ കൊറിയർ ബാഗുകളിൽ സോണിയാഗാന്ധി പുരാവസ്തുക്കൾ അയച്ചിരുന്നു എന്നൊരു ആരോപണം ഉയർന്നിരുന്നു. അങ്ങനെ ഉയർന്ന പശ്ചാത്തലത്തിൽ ആ കൾച്ചറൽ അറ്റാഷെ ഇറ്റലി പിൻവലിക്കുകയും ചെയ്തു അങ്ങോട്ട്. അപ്പോൾ ക്ഷേത്രശില്പങ്ങൾ സാധാരണഗതിയിൽ തമിഴ്നാട്, ആന്ധ്ര, ഒഡീഷ, മധ്യപ്രദേശ്, ഇവിടെ നിന്ന് മുഗൾ ചിത്രങ്ങൾ, മുഗൾ കാലത്തെ പെയിൻറ്റിങ്ങിലൊക്കെ നല്ല താല്പര്യമാണ് സോണിയാഗാന്ധിക്ക്. അപ്പോൾ ഇത് നമുക്ക് ആൻറ്റിക്വിറ്റീസ് ആൻഡ് ആർട്ട് ട്രഷേഴ്സ് ആക്ട് 1972, 1972 നമ്മൾ ഇത് സംബന്ധിച്ച നിയമം പാസ്സാക്കിയിട്ടുണ്ട് ഇന്ത്യ. അപ്പോൾ ഇതുകൊണ്ട് ഇത്തരം സാധനങ്ങളൊന്നും കടത്തിക്കൊണ്ടു പോകാൻ പാടില്ല എന്ന നിയമമുണ്ട്. 1993 CBI കേസ് ചെന്നൈ, ഇറ്റലി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു കേസ് എടുത്തിരുന്നു. അതുപോലെ സോണിയാഗാന്ധി ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു സംഭവം പണ്ട് അവർ സംഘാടകയായിട്ട് നടത്തിയിരുന്നു. ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ, അതിൽ ഇത്തരം സാധനങ്ങളൊക്കെ വരുമല്ലോ, ചിത്രങ്ങൾ,
വിഗ്രഹങ്ങൾ, ഐഡൽസ്, ഇങ്ങനത്തത്. അപ്പോൾ അതിന് അർജുൻ സിംഗ്, മുമ്പ് മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന അർജുൻ സിംഗ് MP ആയിരുന്നപ്പോൾ ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഈ കലാ വിദഗ്ധൻ മാർത്താണ്ഡ് സിംഗ് ഇതുമൊക്കെയായിട്ട് സോണിയാഗാന്ധിയെ ഇതുമായി ബന്ധപ്പെട്ട് സഹായിച്ചിരുന്നു എന്ന് പറയുന്നു. അതിനിട നിലനിന്ന ആളാണ് അർജുൻ സിംഗ് എന്നാണ് കേട്ടുകൊണ്ടിരുന്നത്. പാകിസ്ഥാൻ ദമ്പതിമാരായ മുനീർ, ഫരീദ അത്താവുള്ള ഇവരുമായിട്ടും സോണിയാഗാന്ധിക്ക് ബന്ധമുണ്ടായിരുന്നു എന്ന് കിംവദന്തികൾ പരന്നു. ബ്രിട്ടനിലെ ഈ ISI, പാകിസ്ഥാൻ ചാരസംഘടനയുടെ ബ്രിട്ടനിലെ ഏജന്റ് സൽമാൻ താസിറുമായിട്ടും സോണിയാഗാന്ധിക്ക് ബന്ധമുണ്ട് ഇന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരുന്നു. കുവൈറ്റ് രാജകുമാരനുമായിട്ട് ബന്ധമുണ്ട്. കുവൈറ്റ് രാജകുമാരൻ 3000 കോടിക്കൊക്കെ വലിയ ചിത്രമൊക്കെ വാങ്ങിക്കുന്ന ആളല്ലേ. അദ്ദേഹത്തിൻ്റെ യാറ്റിലുമൊക്കെ ഇത്തരം ചിത്രങ്ങൾ വെച്ചിരുന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇനി ഈ കാര്യത്തിലേക്ക് വന്നാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധി നിൽക്കുന്ന പല ചിത്രങ്ങളുണ്ട്. അപ്പോൾ അടൂർ പ്രകാശും ആൻഡോ ആൻ്റണിയും ആണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തിയത് സോണിയാഗാന്ധിക്ക് എന്ന് പറയുന്നു. അത് അവരാണ് വിശദീകരിക്കേണ്ടത്. അപ്പോൾ പഴയൊരു കൊടിമരം ഉണ്ടായിരുന്നല്ലോ, 2017 കാലത്താണല്ലോ മാറ്റിയ പുതിയ സ്വർണ്ണ കൊടിമരം. ആ പഴയ കൊടിമരത്തിൽ അഷ്ടദിക്പാലക പ്രതിമ ഉണ്ടായിരുന്നു. കൊടിമരത്തിൽ അതെവിടെ എന്ന് വിവരമില്ല. പിന്നെ മല്ലയ സ്വർണം പൂശിയ പറകളുണ്ട്. പറയില്ലേ ആ ശബരിമലയിൽ, ആ പറകളും കാണാനില്ലെന്നാണ് പറയുന്നത്. ഇതൊക്കെ പുരാവസ്തുക്കളല്ലേ, ശബരിമലയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ. ഇതൊക്കെ ഇവിടെ ഇനിയും അന്വേഷിക്കാൻ ധാരാളം കിടക്കുന്നു. ഇനി ഈ വാദ്രയെ പറ്റി എനിക്കറിയാവുന്നൊരു കാര്യമാണ് റോബർട്ട് വാദ്ര. വാദ്രയുടെ അപ്പന് പിത്തള, ബ്രാസ്, മൊറാദാബാദിൽ പിച്ചള സാധനങ്ങൾ വിറ്റിരുന്ന ആളാണ് വാദ്രയുടെ പിതാവ്. സംശയ സാഹചര്യത്തിലാണ് മരിച്ചു പോയത്, തൂങ്ങി മരിക്കുകയെ എന്തോ ആയിരുന്നു അങ്ങേരെ. അത് ഈ വാദ്ര കുടുംബത്തിൽ പല ആളുകളും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ബ്രിട്ടനുമായി ബന്ധപ്പെട്ട് വാദ്രയുടെ ഒരു കേസ് ഉണ്ടല്ലോ. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. ഒരു ബിനാമി പേരിൽ ഒരു ഭണ്ഡാരിയുടെ, ഈ ആയുധ വിൽപ്പനക്കാരൻ ഭണ്ഡാരിയുടെ പേരിലും കുന്നംകുളംകാരൻ CC തമ്പിയുടെ പേരിലും ഒക്കെ ലണ്ടനിലൊരു ബംഗ്ലാവ് അവരുടെ ബിനാമി പേരിൽ ലണ്ടനിൽ റോബർട്ട് വാദ്ര ബംഗ്ലാവ് വാങ്ങിച്ചതായിട്ട് CBI മറ്റേ EDയുടെ ഒക്കെ കേസുണ്ട്. ഇയാൾക്ക് വാദ്രയ്ക്ക് ആർടെക്സ് എക്സ്പോർട്സ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം ഡൽഹിയിലുണ്ടായിരുന്നു. ആർടെക്സ് എക്സ്പോർട്സ് അത് ഇതുപോലെയുള്ള പുരാവസ്തുക്കളുമൊക്കെ കയറ്റി അയക്കുന്ന സ്ഥാപനം ആയിരുന്നു. അതൊക്കെ ആദ്യകാലത്ത് ഉണ്ടായിരുന്നതാണ്. പിന്നെ ചെന്നൈയിൽ അമേത്തിസ്റ്റ് കഫേ എന്ന് പറഞ്ഞിട്ട് ഈ കലാവസ്തുക്കളും കൂടിയൊക്കെ വെച്ചിരിക്കുന്ന ഈ ചായക്കട കഫേ നടത്തുന്നൊരു കിരൺ റാവു ഉണ്ടായിരുന്നു. സോഷ്യലൈറ്റ് എന്നൊക്കെ പറയുന്ന വലിയ വിരുന്നുകളിലൊക്കെ പോകുന്ന സുന്ദരിയായിട്ടുള്ളൊരു സ്ത്രീ കിരൺ റാവു. ഈ കിരൺ റാവുവിനെ ഞാൻ ശ്രദ്ധിക്കുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് പോയസ് ഗാർഡൻ ഇല്ലേ, ജയലളിതയുടെ വീടുണ്ടായിരുന്നു. പോയസ് ഗാർഡനിൽ ഈ കിരൺ റാവുവിനൊരു വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ നിന്നൊരിക്കൽ ഈ ആൻറ്റി ഐഡൽ തെഫ്റ്റ് സ്ക്വാഡ് ഉണ്ട്, വിഗ്രഹമോഷണ വിരുദ്ധ സ്ക്വാഡ് തമിഴ്നാട്ടിലുണ്ട്. തമിഴ്നാട്ടിലാണല്ലോ കൂടുതൽ ക്ഷേത്രങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളത്. ഇവരുടെ ആ പോയസ് ഗാർഡനിലെ വീട്ടിൽ നിന്ന് 200 വിഗ്രഹങ്ങൾ ഒരിക്കൽ പിടിച്ചിരുന്നു ഈ കിരൺ റാവുവിൻ്റെ. അപ്പോൾ കിരൺ റാവുവും സോണിയാഗാന്ധിയൊക്കെ ആയിട്ട് അടുപ്പമുണ്ട് എന്നൊക്കെ കേട്ടിരുന്നു. ഈ കിരൺ റാവുവിൻ്റെ തന്നെ ഒരു കേസ്, ഒരു സംഘ ആളുകളെ കിരൺ റാവുവിൻ്റെ അടുത്ത് പോയിട്ട്, ഞങ്ങൾ ഈ ആൻറ്റി ഐഡൽ തെഫ്റ്റ് സ്ക്വാഡിൽ നിന്ന് വരികയാണ്, നിങ്ങൾ ഈ മോഷണം നടത്തി എന്നൊക്കെ വിവരമൊക്കെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവരുടെ കയ്യിൽ നിന്ന് 11 കോടി രൂപ കൊള്ളയടിച്ചൊരു സംഭവമുണ്ട്. 11 കോടി രൂപ. അപ്പോൾ അവർ വിഗ്രഹം മോഷ്ടിച്ച് കടത്തിയത് വഴി എത്ര കോടി ഉണ്ടാക്കിയിട്ടുണ്ടാകുന്നൊന്ന് ആലോചിച്ച് നോക്കൂ.
അതൊരു കേസായപ്പോഴാണ് ഞാൻ ഇവരുടെ കാര്യമൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ചോളകാലത്തെയൊക്കെ വിഗ്രഹങ്ങളാണ് ഇവരുടെ പോയസ് ഗാർഡനിലെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് കിട്ടിയിരുന്നത് എന്നൊരു വിവരമുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഈ വിഗ്രഹ കടത്ത് നടത്തിയിരുന്ന ഒരു കഥാപാത്രമാണ് ഈ കിരൺ റാവു എന്ന് പറയുന്ന സ്ത്രീ. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയാഗാന്ധിയും തമ്മിലുള്ള ഈ ബന്ധത്തിന് ധാരാളം മാനങ്ങൾ ഉണ്ട്. ഇത്രയും ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.